Okay, good morning students. Next നമ്മൾ നോക്കുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചുള്ള കണ്ടുപിടിക്കുന്നതിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻ ജനറൽ സെൻസ് ഇംപ്ലൈസ് എ ഗുഡ് ചാൻസ് ഓർ എ ഫേവറബിൾ സിറ്റുവേഷൻ ടു ഡു ദ ബിസിനസ്. അല്ലേ, ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാൻസും ഒരു ഗുഡ് ചാൻസും ഒക്കെ എന്താ പറയുക ഇംപ്ലൈ ചെയ്യുന്ന കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് എന്ത് ട്രെൻഡ്. അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതിൽ വരുന്ന ഫസ്റ്റ് ആണ് എന്താണ് ട്രെൻഡ്. ട്രെൻഡ് എന്താണെന്ന് നമ്മൾ നോക്കാം. ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രെൻഡ് മീൻസ് സംതിങ് വിച്ച് ഈസ് ട്രെൻഡിങ് ഇൻ ടു യുവർ ടാർഗറ്റ് മാർക്കറ്റ്. അല്ലേ, ഇപ്പോഴത്തെ നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണ്, അവിടെ എന്താണ് ഇപ്പോൾ ആവശ്യമുള്ളത്, അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണ് ഇപ്പോൾ അവിടെ മാർക്കറ്റിൽ. അപ്പോൾ ആ ട്രെൻഡ്, ഒരു സാധനം ട്രെൻഡിങ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തായിരിക്കും, ഫേവറബിൾ ആയിരിക്കണം, എല്ലാവർക്കും അത് ഡിമാൻഡുള്ള ഐറ്റം ആയിരിക്കണം. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ട്രെൻഡ് ഓഫൻ പ്രൊവൈഡ്സ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാർട്ടിങ് ന്യൂ വെഞ്ചർ. അല്ലേ, ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഫസ്റ്റ് ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രെൻഡ് എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ദർ ആർ 7 ട്രെൻഡ്സ് ദാറ്റ് പ്രൊവൈഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കൊരു 7 ടൈപ്പ് ഓഫ് ട്രെൻഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ്? വിയറബിൾ ട്രെൻഡ്. ഒരു ടൈപ്പ്, ഏത് ട്രെൻഡ് ഒരു ട്രെൻഡ് എന്നേ നമ്മൾ പറയും, പക്ഷേ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കൊരു 7 ട്രെൻഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വിയറബിൾ ട്രെൻഡാണ്. വിയറബിൾ ട്രെൻഡോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആസ് ദ കോസ്റ്റ് ആൻഡ് സൈസ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് കണ്ടിന്യൂ ടു സ്ട്രിങ്, ദ എബിലിറ്റി ടു ക്യാരി ദ കമ്പ്യൂട്ടേഴ്സ് വിത്ത് മോണിറ്റേഴ്സ് ടു ഡിസ്പ്ലേ റെലവൻറ്റ് ഇൻഫോർമേഷൻ ഈസ് നൗ എ റിയാലിറ്റി. അല്ലേ, അതായത് ഒരു മൈക്രോ പ്രോസസ്സേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്തുപയോഗിച്ചിട്ടായാലും ശരി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ റെലവൻറ്റ് ഇൻഫോർമേഷൻ, നമ്മളിപ്പോഴത്തെ റിയാലിറ്റീനെ കുറിച്ചിട്ട് ഒരു റെലവൻറ്റ് ഇൻഫോർമേഷൻ, നമ്മളെ കോസ്റ്റിനെ കുറിച്ചും നമ്മളെ സൈസിനെ കുറിച്ചും എന്തിനെ കുറിച്ചായാലും ഒരു റെലവൻറ്റ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വിയറബിൾ ട്രെൻഡോട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ്? കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ സ്മാർട്ട് വാച്ചസ്. അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റസ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ സെക്കൻഡ് ട്രെൻഡാണ് ഗ്രീൻ ട്രെൻഡ്. ഗ്രീൻ ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രീൻ സെക്ടർ ഈസ് ഫിൽഡ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എൻ്റർപ്രണേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ടുഡേ കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ മോർ ഫോർ ഗ്രീൻ പ്രോഡക്ട്സ്. അല്ലേ, ഗ്രീൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്. ഗ്രീൻ ട്രെൻഡ് ഇപ്പോൾ ഒരു വലിയ ട്രെൻഡാണ് ഗ്രീൻ ട്രെൻഡ് എന്ന് വെച്ചാൽ പീപ്പിൾസ് ആർ മോസ്റ്റ് ഫേവറബിൾ ടു ചൂസ് വാട്ട് ടൈപ്പ് ഓഫ് ഐറ്റംസ്. നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ പ്രോഡക്ട്സിൽ. അല്ലേ, ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിലായാലും ശരി, ഹെൽത്തി ഫീൽഡിലായാലും ശരി, കുറച്ചും കൂടി ആൾക്കാർ നാച്ചുറലായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ പ്രോഡക്റ്റ്, ഗ്രീൻ പ്രോഡക്ട്സിന് കുറച്ചും കൂടി ഡിമാൻഡ് ട്രെൻഡ് വന്നു തുടങ്ങി എന്ന് പറയാം. അല്ലേ, നമ്മൾ വീണ്ടും മൺപാത്രങ്ങളൊക്കെ വീണ്ടും വന്നു തുടങ്ങി എന്നുള്ളൊരു ട്രെൻഡ് കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഗ്രീൻ ട്രെൻഡിൻ്റെ ഭാഗമാണ്. ദെൻ പേയ്മെൻറ്റ് ട്രെൻഡ്. പേയ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ട്രെൻഡ് കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവരും ഇപ്പം എന്താണ് പഴയ പോലെ പണം കൈ കൊണ്ട് നടക്കുകയാണോ? അല്ല. അപ്പോൾ അതൊരു ട്രെൻഡാണ്. അതായത് ഇപ്പം എല്ലാ ബിസിനസ് മേഖലകളും പേയ്മെൻറ്റ് ഓൺലൈൻ ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അല്ലേ, അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. എല്ലാവർക്കും കയ്യിൽ പൈസ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പേയ്മെൻറ്റ് മെത്തേഡിലും അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെൻറ്റ് ഇൻഡസ്ട്രി കണ്ടിന്യൂ ടു എക്സ്പാൻഡ് ആൻഡ് ഇൻവോൾവ് വിത്ത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. അല്ലേ, ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പം അതും ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ സ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ദെൻ മേക്കർ ട്രെൻഡ്. മേക്കർ ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് വിച്ച് ഇൻഡിവിജ്വൽ ക്രിയേറ്റ് മാർക്കറ്റ് പ്രോഡക്ട്സ് ദാറ്റ് ക്രിയേറ്റഡ് ആൻഡ് അസംബിൾഡ്. അതായത് ഓരോ എന്താ പറയുക, the creation and assembly are done by using unused disk. അതായത് മേക്കിംഗ് ട്രെൻഡ്. അതായത് ഇപ്പം അൺയൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റത്തിനെ നമ്മൾ യൂസ്ഫുൾ ആക്കി എടുക്കുക. അതിൽ നിന്നും ഇപ്പം നമ്മൾ കാണലില്ലേ, ഇപ്പം എന്താ പറയുക, നമ്മൾ വേസ്റ്റ്, നമുക്കിതൊന്നും ഇതുകൊണ്ട് യൂസേജ് ഇല്ലാന്ന് കരുതി നമ്മൾ കളയുന്ന സാധനത്തിനെയും ഒരു ഇന്നോവേഷൻസ് കണ്ടിട്ട്, ഓരോ ഐഡിയാസ് കണ്ടിട്ട് അതിൽ നിന്നും നമ്മൾ എന്താ പറയുക ബിസിനസ് തുടങ്ങി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് സംരംഭം. ഇപ്പം നമ്മൾ ജസ്റ്റ് പ്ലാസ്റ്റിക്കിനെ തന്നെ നമ്മളിപ്പോൾ വീണ്ടും യൂസ് ചെയ്തിട്ട് വീണ്ടും ചെയേഴ്സും വീണ്ടും പ്ലാസ്റ്റിക് ഐറ്റംസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി. അതൊരു മേക്കർ ട്രെൻഡാണ്. അല്ലേ,
അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ്. ദെൻ മൊബൈൽ ട്രെൻഡ് നമ്മൾ ഇ കൊമേഴ്സ് ഒക്കെ പോലെ, അതായത് മൊബൈൽ ത്രൂ നമ്മളെ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഹെൽത്ത് ട്രെൻഡ്, ഹെൽത്ത് വൈസ് ബിസിനസ്, ഫിറ്റ്നസ് സെൻറ്റേഴ്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഹെൽത്ത് ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ജിമ്മിൽ പോവുക, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, നമ്മൾ അത് ഹെൽത്തി സപ്ലിമെൻറ്റ്സ് എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻ്റർനെറ്റും അതേപോലെ ഒരു വലിയ ട്രെൻഡ്. അപ്പോൾ ഇത്രയും ട്രെൻഡുകളാണ്, ഒരു 7 ട്രെൻഡ്സ് നമുക്കിപ്പോൾ നിലവിലുണ്ട്. വിയേർഡ് ട്രെൻഡ്, പേയ്മെൻറ്റ് ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡ്, മേക്കർ ട്രെൻഡ്, ഹെൽത്ത് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രെൻഡ്സ്. അപ്പം ഈ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ്. ബിസിനസ് ഐഡിയാസിൻ്റെ സോഴ്സസ് കണ്ടുപിടിക്കുക. അതായത് ദർ ആർ 2 ടൈപ്സ് ഓഫ് സോഴ്സസ് ആണ്, ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ. എപ്പോഴും സോഴ്സ് പറയുമ്പോൾ അധികം ഉണ്ടാവും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആണ്. അപ്പം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കുക. അത് ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണലി വരുന്ന, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻട്രാപ്രണർഷിപ്പ്, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അല്ലാതെ ഇന്റേണൽ സോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിൻ്റെ മെയിനായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് അയാൾ റിസർച്ച്, അയാൾ ഡെവലപ്മെൻറ്റ്, അയാൾ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, റിസർച്ച് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് അയാളുടെ ഹോബീസ്, അതായത് ജനങ്ങളുടെ ഹോബീസ്, ഒരു പേഴ്സണിനെ കുറിച്ച്, ഒരു കമ്മ്യൂണിറ്റിയിൽ കസ്റ്റമേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഹോബീസ് എന്താണ്, അവർക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സസ്. ദെൻ നമ്മൾ പോകുന്ന എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽസ് ബിയോണ്ട് ഔട്ട് ഓഫ് ദ എന്താണ് പീപ്പിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇതിൽ വരുന്നത്, റെക്കഗ്നേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, അതായത് നീഡ് ഓഫ് റെക്കഗ്നേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് മനസ്സിലാക്കുക അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം റെയിനി സീസണാണ്, അപ്പം ഇപ്പം എന്താണ് ആവശ്യം, ഒരു അംബ്രല അല്ലെങ്കിൽ റെയിൻ കോട്ട്. അപ്പം അങ്ങനെ ഒരു, അല്ലാതെ ഇപ്പം ഈ സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടൊരു റെയിനി സീസണിന് പറ്റാത്തൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആ ടൈപ്പ് ഓഫ്, അതേപോലെ ഏറ്റവും കൂടുതൽ പോളിസ്റ്റർ ഡ്രസ്സിനൊക്കെ ട്രെൻഡ് ആവുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നല്ല കട്ടിയുള്ള എന്താ പറയുക ഡ്രസ്സസ്, കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊരു കസ്റ്റമർ നീഡായിരിക്കില്ല. അപ്പം കസ്റ്റമേഴ്സിന് എന്താണോ നീഡ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ്. പിന്നെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് എങ്ങനെ ഇപ്പോൾ ഒന്നും കൂടി എന്താ പറയുക നമുക്കതിനെ സർവീസ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം നിലവിലിപ്പോൾ നമ്മളൊരു വ്യാപാരം തുടങ്ങിയ ഒരാളായിരിക്കാം. അപ്പോൾ അത് ഇപ്പം ഈ നിലവിലെ ട്രെൻഡിൽ എങ്ങനെ അതിനെ മാറ്റി അതിലെന്തൊക്കെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ട് കുറച്ച് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കുക. then എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മൊബൈൽ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇംപ്രൂവ് ചെയ്യാം. then എന്താണ് മാഗസീൻസ്, ന്യൂസ് പേപ്പർ, അത് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യാം. ദെൻ ഗവൺമെൻറ് സ്കീംസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡൊക്കെ എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ സോഴ്സസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. പരസ്യം കൊടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ, മാഗസീൻസിലൊക്കെ കൊടുത്തിട്ട്, അല്ല ഗവൺമെൻറ് സ്കീംസിലൊക്കെ എന്താ പറയുക നമ്മളെ ബിസിനസ്സിനെ ഇൻഷുർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ്. ബിസിനസ് ഐഡിയാസ് 2 സോഴ്സസിലും നമുക്ക് കണ്ടുപിടിക്കാം, ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇൻറ്റേർണൽ സോഴ്സസിൽ ഒരു വ്യക്തിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും, എക്സ്റ്റേണൽ ഔട്ട് ഓഫ് ദ ഒരു വ്യക്തി, ഒരു പീപ്പിൾ ആയിരിക്കും, അതായത് ബിയോണ്ട് ദ ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെക്നിക്സ് ഓഫ് ബിസിനസ് ഐഡിയ ജനറേഷൻ. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള, അതിപ്പോൾ നമ്മളിപ്പോൾ ഐഡിയ കണ്ടുപിടിച്ചു, അത് ജനറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. എന്തൊക്കെ ടെക്നിക്സിലൂടെ അത് ജനറേറ്റ് ചെയ്യാനാണ്. അത് ഇതൊരു ഇങ്ങനെ ഒരു ഗ്രാഫ്, ഒരു ഇതുപോലെയാണ് ഉള്ളത്, നമ്മുടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ്, എന്തൊക്കെ ടെക്നിക്കിൽ ഫസ്റ്റ് വരുന്നത് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്കാണ്. കേട്ടിട്ടുണ്ടോ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രെയിൻ സ്റ്റോമിങ് ഇസ് എ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആൻഡ് ഓൾസോ ആൻ ഇൻഫോർമൽ അപ്രോച്ച് ടു ബിസിനസ് ഐഡിയാസ് ജനറേഷൻ. അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും മോഡലായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതൊരു ടേമാണ്. അതായത് ഒരു പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതുക, അതിനെ ഏറ്റവും എന്താ പറയുക ഒരു മോഡേൺ രീതിയിൽ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒരു ഐഡിയ ജനറേഷനാണ്, ബിസിനസ് ഐഡിയ ജനറേഷനാണ് എൻ്റെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള
ഒരു ഐഡിയ ജനറേഷൻ കൂടിയാണ്. അതായത് ക്രിയേറ്റീവായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവിടെ ഒരു ഐഡിയ ജനറേഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു കം അപ്പ് വിത്ത് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ദാറ്റ് ക്യാൻ അറ്റ് ഫസ്റ്റ് അല്ലേ. അതോടുകൂടി എന്താണ് പീപ്പിൾസ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോടുകൂടി ആ പീപ്പിൾസിന് എന്ത് പറ്റുന്നു, അവരുടെ ഡെവലപ്പിംഗ് ഇന്നോവേഷൻസും അവരുടെ ഐഡിയാസും തോട്ട് പ്രോസസ്സും ഒക്കെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ദെൻ ബ്രെയിൻ റൈറ്റിംഗ്, രണ്ടാമത്തെ ടെക്നിക്കാണ് ബ്രെയിൻ റൈറ്റിംഗ്. ബ്രെയിൻ സ്റ്റോമിങ് ക്രിയേറ്റീവായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യുക. ദെൻ ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ റിട്ടേൺ ഫോമാണ് ബ്രെയിൻ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രെയിൻ റൈറ്റിംഗ് ഈസ് എൻ ഐഡിയ ജനറേറ്റിംഗ് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് everyone in group activity. It is a kind of written brainstorming അല്ലേ. ഇതൊരു written brainstorming ഒരു written brainstorming-നെയാണ് നമ്മൾ ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. റിട്ടൺ ആയിരിക്കും അത്. ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിയേറ്റീവിറ്റീനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എന്ത് ചെയ്യുക, അവരെ എന്താ പറയുക ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടിട്ട് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, which is a verbal and here these ideas are being generated spontaneously. Brain writing tends to give more time to participant to generate അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഐഡിയാസ് പറയുക, അവർ അതിനെ എന്താ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്ന ഒരു റിട്ടൺ ഫോമിലേക്ക് ആക്കുക എന്നുള്ളതിനെയാണ് ബ്രെയിൻ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോക്കസ് ഗ്രൂപ്പ്സ്, മൂന്നാമത്തെ ടെക്നിക്ക്. അതായത് ഫോക്കസ് ഗ്രൂപ്പ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസ് ആൻഡ് ഹാവ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ ഐഡിയ ജനറേഷൻ. അതായത് ഒരു റോൾ ഓഫ് മോഡറേറ്റർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊവൈഡിങ്. അതായത് ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഫോക്കസ് ചെയ്താണ്. ഇപ്പോൾ അതിനൊരു മോഡറേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു വൈഡ്ലി യൂസ്ഡ് ഓഫ് ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കാം. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ നിന്നും നമ്മൾക്ക് വേണ്ട ഐഡിയാസിനെ നമ്മൾ ഫോം ചെയ്യുക. അതിനൊരു മോഡറേറ്റർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അയാളെ വെച്ചും കൊണ്ട് അതിൽ നിന്നൊരു ക്രിയേറ്റീവ് ഐഡിയാസിന് നമ്മൾ ക്രിയേറ്റീവ് ഇന്നോവേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഫോക്കസ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊവൈഡിങ് ഡയറക്ഷൻസ് ആൻഡ് ലീഡിങ് ദ ഗ്രൂപ്പ് ടുവേർഡ്സ് ദ ജനറേഷൻ ഓഫ് ഫ്രഷ് ഐഡിയാസ് ഫോർ ന്യൂ പ്രോഡക്ട്സ് അല്ലേ. ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് ഒത്തിരി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഐഡിയാസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ടാവും. അത് നമുക്ക് ഏറ്റവും ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സോർട്ട് ചെയ്ത് സ്ക്രീൻ ചെയ്തൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അടുത്ത ടെക്നിക്ക്. ദെൻ മൈൻഡ് മാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഐഡിയ ജനറേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ടു പ്രൊവൈഡ് ഐഡിയാസ് എഫക്റ്റീവ്ലി ബൈ അസോസിയേഷൻ. ഇറ്റ് ഈസ് എ പവർഫുൾ ഗ്രാഫിക്കൽ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് വെറ്റർ റണ്ണിങ്. അതായത് മൈൻഡ്സ് ഓഫ് എ വിഷ്വൽ പിക്ചർ. അതായത് പിക്ചർ വെച്ചിട്ട് മൈൻഡ് മാപ്പ്, അതായത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഒരു വിഷ്വലൈസ് ചെയ്ത് നമ്മൾ പറയാമല്ലേ, കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബ്രെയിനിലേക്ക് വേഗം കയറും. അപ്പോൾ അതൊരു ഗ്രാഫിക് വിഷ്വൽസ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നമ്മളെ എംപ്ലോയീസിൻ്റെ അടുത്തിലൊക്കെ ആയാലും ശരി, ഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കുക. അവരെ മൈൻഡ് റീഡ് ചെയ്തെടുത്തിട്ട് അവർക്ക് അതിൽ നിന്ന് ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താ, HIT, ദാറ്റ് ഈസ് ഐഡിയ ജനറേഷൻ ടെക്നിക് ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റ് ജനറേഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് ബൈ എക്സ്പ്ലോറിംഗ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഫീച്ചേഴ്സ് ആൻഡ് മേക്കിംഗ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇൻ ഓർഡർ ടു റിസൾട്ട്. അതായത് ന്യൂ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്ത് അതിനെ എന്താ പറയുക, അതിൽ നിന്ന് ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്തെടുക്കുക. ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടാവും, പക്ഷേ നിലവിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് അല്ലേ ഒരു സാധനം കിട്ടി നമ്മൾ അതിൽ നിന്ന് സാധനങ്ങളില്ല പഠിച്ചിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെ മാറ്റം വന്നിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ ഒരു HIT ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഐഡിയാസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ സ്കാമ്പർ നമുക്ക് എടുത്തില്ലേ, സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് ബേസ്ഡ് തിങ്കിങ് പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ജനറേറ്റ്. ഏറ്റവും സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു തിങ്കിങ് പ്രോസസ്സാണ് സ്കാമ്പർ ചെയ്തെടുക്കുക. അത് ഡൈവേഴ്സ് ഐഡിയാസ്, ഓക്കെ, അത് സ്കാമ്പറിങ് ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഡൈവേഴ്സ് ഐഡിയാസിലേക്ക് നമ്മളെ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രോബ്ലം ഇൻവെൻ്ററി അനാലിസിസ് നടത്തുക, ഫ്രീ അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ അത്രയും മെത്തേഡിലാണ് നമ്മൾ എന്തെന്നത് ഐഡിയാസ് ജനറേഷൻ ടെക്നിക്സ്. ഇപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുക, ദെൻ ബ്രെയിൻ റൈറ്റിംഗ്,
ഫോക്കസ് ഗ്രൂപ്പ്സ്, മൈൻഡ് മാപ്പിംഗ്, ഇതിലൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ നോക്കിയത്. ഹ്യൂറിസ്റ്റിക് HIT ടെക്നിക്ക് ഉപയോഗിച്ച് സ്കാംറിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉപയോഗിച്ചിട്ട് ഒക്കെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ